All of you, welcome back our mathematics class. നമ്മുടെ മാത്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, 4th ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലേ, എക്സ്പോണൻഷ്യനുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്ററാണത് അല്ലേ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് 5ൻ്റെ പവേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ എഴുതിയത് 3ൻ്റെ പവേഴ്സ് ഓഫ് 3 ആൻഡ് പവേഴ്സ് ഓഫ് 4 പവേഴ്സ് ഓഫ് 5 അല്ലേ. ഇത്രയാണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ഇവിടെ ഇതിനെന്താ നമ്മൾ റീഡ് ചെയ്യുന്നത് 3⁻6 അല്ലേ. സോ ദിസ് വൺ ഈസ് 3⁻6. ഇത് നമ്മൾ വായിക്കുന്നത് 3⁻6 എന്നാണ്. 3⁻6. 3⁻6 എന്ന് പറഞ്ഞാൽ എന്താ, 3യെ 6 ടൈംസ് മൾട്ടിപ്പിൾ ചെയ്യുന്നു അല്ലേ. 3യെ 6 ടൈംസ്, 3 റിപ്പീറ്റഡ് ആയിട്ട് 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദാറ്റ് വൈസ് വി ക്യാൻ റൈറ്റ് 3 × 3 × 3 × 3 × 3 × 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. അതായത് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് പോവാം. അതായത് 3 × 3 × 3, അതായത് 3 × 3 എന്ന് പറയുമ്പോൾ 9 × 3 27 × 3 വീണ്ടും ആ നമ്പറിനെ ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് പോവാം. അതോടൊപ്പം തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ, അതായത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ ബ്രാക്കറ്റായിട്ട് നമുക്ക് ആദ്യം ഏതെങ്കിലും ചെയ്യുന്ന തരത്തിൽ ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ നിങ്ങൾ, 3 × 3 × 3 × 3. അപ്പോൾ 3 ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിട്ടു, പിന്നെ ഇൻറ്റു അടുത്ത 3 നമ്മൾ വേറൊരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിട്ടു. ബ്രാക്കറ്റ് ഇടണമെന്നൊന്നുമില്ല നിങ്ങൾക്ക്. ഇനി ഞാൻ ആദ്യത്തെ ഈ 3 നമുക്ക് 3 × 3 × 3 എളുപ്പമാണല്ലോ ചെയ്യാൻ. 3 × 3 എന്ന് പറഞ്ഞാൽ 9, 9 × 3 എന്ന് പറഞ്ഞാൽ 27. അപ്പോൾ ആ ആൻസർ ഇവിടെ എഴുതി. ദെൻ ഇൻറ്റു 3 × 3 × 3 അഗെയിൻ 3 × 3 3 എന്ന് പറയുമ്പോൾ 27. അപ്പോൾ ആൻസർ 27 × 27 എന്നാവും. അപ്പോൾ അത് രണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 729 ആണ്. അത്യാവശ്യം വലിയ വില തന്നെ ആയിരിക്കും കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ഇത് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. ഇത് ഫസ്റ്റ് ഒരു പോയിൻ്റായിട്ട് നിങ്ങളിത് എഴുതിയെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഹൗ അബൌട്ട് 2⁻9. സോ ദിസ് വൺ ഈസ് കോൾഡ് 2⁻9 അല്ലേ. 2⁻9 എന്നാണ് അത് റീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2⁻9 എന്ന് പറയുന്നത് ശരിക്കും ആക്ച്വലി എന്താണ്, 9 ടൈംസ് 2നെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യണം അല്ലേ. അപ്പോൾ 2 × 2 × 2 അങ്ങനെ 9 ടൈംസ് ഇത് അവിടെ മൾട്ടിപ്പിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങളുടെ സൗകര്യപ്രദാർത്ഥം അല്ലേ, നിങ്ങളുടെ സൗകര്യം പോലെ എന്ത് ചെയ്യാം, മാറ്റാം. എങ്ങനെ സൗകര്യം പോലെ മാറ്റാം? ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കും 2 × 2 × 2 4 ടൈംസ് 2നെ ഒരു ബ്രാക്കറ്റ് ഇട്ട് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ളത് ഒരൊറ്റ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലും. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ 2 × 2 4, 4 × 2 8, 8 × 2 16. അപ്പോൾ അത് എഴുതി 16. ദെൻ ഇൻറ്റു 2 × 2 4, 4 × 2 8, 8 × 2 16, 60 × 2 32. അപ്പോൾ ആൻസർ 16 × 32 എന്ന് പറയുന്നത് ചെയ്യുക. 60 × 32 എന്ന് പറയുന്നത് ആൻസർ 512 അല്ലേ. 512 ഇതാണ് അതിൻ്റെ ആൻസർ. ഏതിൻ്റെ ആൻസർ? 2⁻9 എന്ന് പറയുന്നതിൻ്റെ ആൻസർ. അപ്പോൾ ഇതുകൂടി എഴുതിയെടുക്കുക. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. കമ്പ്യൂട്ട് ദീസ് പവേഴ്സ്, കമ്പ്യൂട്ട് ദീസ് പവേഴ്സ് അല്ലെങ്കിൽ ഫൈൻഡ് ദ പവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ എഴുതുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുക്കുക ആസ് എ ക്വസ്റ്റ്യൻ ആയിട്ട്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും പവേഴ്സ് എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. ഫസ്റ്റ് 2⁻6 ആണ്. ഏതാണ്? 2⁻6 അല്ലേ. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. എങ്ങനെയാണ് നമ്മൾ 2⁻6 ചെയ്യുന്നത്? ഫസ്റ്റ് വൺ 2⁻6. സോ ആക്ച്വലി വാട്ട് ഈസ് 2⁻6 എന്ന് പറയുമ്പോൾ 2നെ 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 × 2 × 2 × 2 × 2 × 2 അല്ലേ. 6 ടൈംസ് ആയില്ലേ. ഇനി നിങ്ങളുടെ സൗകര്യപ്രദം പോലെ അതിനെ ബ്രാക്കറ്റ് ഇട്ട് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഞാനൊന്ന് ഇതാ ഇവിടെ ബ്രാക്കറ്റ് ഇടുകയാണ്. ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടു. അപ്പോൾ എങ്ങനെ ആൻസർ വരിക? 2 × 2 4, 4 × 2 8. ഓക്കെ, ഇൻറ്റു അഗെയിൻ 8 അല്ലേ, 8. അപ്പോൾ 8 × 8 64. സോ 64 ഈസ് ദ ആൻസർ ഓഫ് 2⁻6 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ എഴുതാൻ അല്ലേ, എളുപ്പമല്ലേ. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ സെക്കൻഡ് വൺ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെക്കൻഡ് വൺ നമുക്ക് ഇങ്ങനെ പോവാം അല്ലേ. 3⁻8. ദ സെക്കൻഡ് വൺ ഈസ് 3⁻8. 3⁻8. വാട്ട് ഈസ് 3⁻8? 3യെ 8 ടൈംസ് എഴുതുന്നു അല്ലേ. 3 × 3 × 3 × 3 4 ടൈംസ് ആയല്ലോ. ഓക്കെ, നമുക്കൊരു ബ്രാക്കറ്റ് ഇടാം അല്ലേ. ദെൻ ഇൻറ്റു, ഫുൾ ഇൻറ്റു ആണ് മൾട്ടിപ്ലൈ ചെയ്യണേ. 3 × 3 × 3 × 3. ഓക്കെ, ആൻസർ ചെക്ക് ചെയ്യല്ലേ. 3 × 3 × 3 × 3 എന്ന് പറയുമ്പോൾ ആൻസർ എന്താ വരിക? 3 × 3 9, 9 × 3 27, 27 × 3 ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 27 × 3 ഇവിടെ ചെയ്ത് നോക്കുക. 27 × 3 എത്രയാണ്? 21, 2, 6 + 2 8 അല്ലേ, 81.
ഓൾറെഡി നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത് 3 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എത്രയാണ്? 81 അല്ലേ. സോ 81 ദെൻ ഇൻറ്റു ഇവിടെയും 81 തന്നെയാണ്. ഇനി 81 ഇൻറ്റു 81 ചെയ്താൽ ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ എങ്ങനെ ആൻസർ വരിക? 81 ഇൻറ്റു 81 ഇൻറ്റു 81 18864 1 8 8 16 അല്ലേ. ബാക്കി 1 5 6. അപ്പോൾ 6561 എന്ന് പറയുന്ന ആൻസർ. ഇതാണ് 3⁸ എന്ന് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യാൻ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ 4⁴ എന്ന് പറയുന്നത് കേട്ടോ. 4⁴ ഇതെന്താ? 4 × 4 × 4 × 4. ഓക്കെ, നമുക്കൊരു ബ്രാക്കറ്റ് ഇട്ട് ചെയ്യാം അല്ലേ. ഇങ്ങനെ ചെയ്യാം. = 4 × 4 എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 4 × 4 16. ഇപ്പോൾ 16 × 16 എന്ന് പറഞ്ഞാൽ 256 കേട്ടോ. ഇതാണ് അതിൻ്റെ എന്ത് ആൻസർ വരുന്നത്? 4⁴. അത് നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അറ്റ് ഫസ്റ്റ്. ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ എല്ലാ ആൻസർ കേട്ടോ. നെക്സ്റ്റ് 2⁹ ആണ് കേട്ടോ. ഫോർത്ത് വൺ 2⁹. So actually what is 2⁹? 2 × 2 × 2 × 2 × 2 × 2 × 2 × എത്രയായി? 3 6 അല്ലേ. 7 8 9. ഓക്കെ, ഇനി നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ബ്രാക്കറ്റ് ഇടാം. ഓരോ 2 2 2 അങ്ങനെ ബ്രാക്കറ്റ് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ടോട്ടലായിട്ട് ഇവിടെ ഞാൻ 4 ഇട്ടു, ബാക്കിയുള്ളത് 5. അപ്പോൾ ടോട്ടൽ 9 ആയില്ലേ. 2 × 2 4, 4 × 2 8, 8 × 2 16 ഇൻറ്റു 2 × 2 8 4, 4 × 2 8, 8 × 2 16, 60 × 2 32. അപ്പോൾ 16 × 32 അല്ലേ. 60 × 32 6 × 2 12, ബാക്കി 1. 2 × 1 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 3. 3 × 6 18, ബാക്കി 1. 3 × 1 1 3 പ്ലസ് 1 4 അല്ലേ. അപ്പോൾ 2 11 1 ബാക്കി 1 അല്ലേ. അപ്പോൾ എത്ര? 5 12 512 അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് 2⁹ = 512. ഓക്കെ, നെക്സ്റ്റ് 10�6, the fifth one. 10�6. So that is equal to 10 × 10 × 10 × 10 × 10 × 10. Okay, 6 times അല്ലേ. So we can put a bracket here. 10 × 10 × 10, 10 × 10 100, 100 × 10 1000 ഇൻറ്റു 1000. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് എത്ര സീറോസ് ഉണ്ടോ അതുകൊണ്ട് എഴുതി കൊടുത്താൽ മതി. ഇവിടെ എത്ര 0 ഉണ്ട്? 3. ഇവിടെ എത്ര 0 ഉണ്ട്? 3. അപ്പോൾ ടോട്ടൽ 6 0. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ 10�6 എന്ന് പറഞ്ഞാൽ. 10�6 ഒക്കെ വളരെ എളുപ്പമാണ്. അത് നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത്. 10�6 പറഞ്ഞാൽ 6 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആൻസർ ആവും കേട്ടോ. നെക്സ്റ്റ് 6th one 1⁻10 എന്ന് പറയാം. എന്താ ഈ 1⁻10 എന്ന് പറഞ്ഞാൽ? 1നെ 10 ടൈംസ് മൾട്ടിപ്ലൈ അല്ലേ. 1 × 1 × 1 × 1 × 1 × 1 × 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇപ്പോൾ ആൻസർ എന്താ വരിക? 1 ഫുള്ള് മൾട്ടിപ്പിൾ ചെയ്ത ആൻസർ 1 അല്ലേ. 1 തന്നെയാണ് വരുന്നത് കേട്ടോ. അവന് ബ്രാക്കറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 1⁻10 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1⁻11 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 എന്ത് ചെയ്താലും അല്ലേ, 1 ഏത് നമ്പർ എഴുതിയാലും അതിൻ്റെ ആൻസർ തന്നെയാണ് 1 തന്നെയാണ്. കാരണം 1 എത്ര മൾട്ടിപ്പിൾ ചെയ്താലും ആൻസർ തന്നെയാണ് വരിക, 1 തന്നെയാണ് വരിക. ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് 100⁻4. 7th one
100 raised to 4 അല്ലേ? ഓക്കെ, വാട്ട് ഈസ് 100 raised to 4? 100 into 100. ഓക്കെ, ബ്രാക്കറ്റ് ഇടാൻ വേണമെങ്കിൽ അല്ലേ? ഇപ്പോൾ 100 into 100 എന്ന് പറഞ്ഞാൽ എത്ര സീറോ ഉണ്ട് അതുകൊണ്ട് എഴുതി കൊടുത്താൽ മതി. 1 2 3 0 4 0 അല്ലേ? ഇൻറ്റു അവിടെയും അതുപോലെ തന്നെ. ഓക്കെ, ദെൻ ഈ ആൻസർ ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര സീറോ ഉണ്ട് അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എത്ര 8 0. ഇതാണ് 10 raised to 4 എന്ന് പറയുന്ന ആൻസർ. ദ ലാസ്റ്റ് വൺ, 8th one, 0 raised to 20. 0 raised to 20 എന്ന് പറയുമ്പോൾ അതിങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാനൊന്നും നിൽക്കണ്ട. 0 raised to 20 എന്ന് പറഞ്ഞാൽ 0 into 0 into 0 into 0 into 0. 0നെ എങ്ങനെ മൾട്ടിപ്പിൾ ചെയ്താലും എന്താ കിട്ടുക? ആൻസർ 0 ആണ് വരിക കേട്ടോ. അപ്പോൾ ആൻസർ എന്ത് എഴുതിയാൽ മതി? 0 എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഭാഗത്തുനിന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് തരാം. അന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കണേ. ഫസ്റ്റ് വൺ, 2 raised to 5 നിങ്ങൾ ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 6 raised to 4. Third one, 3 raised to 7. Fourth one, 0 raised to 10. Fifth one, 10 raised to 5. ഓക്കെ, 10 raised to 5. ഇത്രയും വർക്ക് നിങ്ങളൊന്ന് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ. എളുപ്പമല്ലേ? ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിട്ടാ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് ഈ പവർ ഓഫ് 10 അല്ലേ? 10ൻ്റെ പവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതെന്താണ്? അതാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് കേട്ടോ. പവേഴ്സ് ഓഫ് 10 എന്ന് പറയുന്നത്. വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് 10? 10ൻ്റെ പവേഴ്സ് ഏതൊക്കെയാണ്? എങ്ങനെയാണ് നമ്മൾ 10ൻ്റെ പവേഴ്സ് എഴുതുക? ഓക്കെ, നമ്മളിങ്ങനെ എഴുതുക അല്ലേ? 10 raised to 1, 10 square, 10 cube, 10 raised to 4, 10 raised to 5. ഇതൊക്കെയാണ് 10ൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ഇതിനെല്ലാം നമ്മൾ 10ൻ്റെ പവേഴ്സ് എക്സെട്രാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ഇതവിടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ക്യാൻ ബി റിട്ടേൺ 10 എന്ന് പറഞ്ഞാൽ 10 raised to 1 ആണ് കേട്ടോ. 10 raised to 1 എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ് കേട്ടോ. 10 square, 10 cube, അടുത്ത 10 raised to 4 എക്സെട്ര. ഹൗ ഡു വി കമ്പ്യൂട്ട് ദം? നമുക്ക് എങ്ങനെയാണ് അവ കണ്ടുപിടിക്കാൻ കഴിയുന്നത്? അവ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വളരെ എളുപ്പമാണ്. 10 raised to 1 എന്ന് പറഞ്ഞാൽ അതിൽ എത്ര സീറോ ഉണ്ട്? ഒരു സീറോ ആണ് അല്ലേ? അപ്പോൾ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 2 തവണ. അപ്പോൾ 2 സീറോ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 സീറോ ഇട്ട് കൊടുക്കാം. ഓക്കെ, 10 raised to 4 എന്ന് പറഞ്ഞാൽ 4 0 ഇട്ട് കൊടുത്താൽ മതി. 10ൻ്റെ പവർ വരുമ്പോൾ മാത്രമാണ് കേട്ടോ ഈ എളുപ്പം കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ, 10 raised to 5 എന്ന് പറഞ്ഞാൽ 5 0. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ 10 raised to 6 എന്ന് പറഞ്ഞാൽ 1 ഇട്ടിട്ട് 6 0 ഇട്ടാൽ മതി. 10 raised to 100 പറഞ്ഞാൽ 1 ഇട്ടിട്ട് 100 0. അതൊന്നും ചോദിക്കൂല കേട്ടോ. ഓക്കെ, so what is 10 raised to 8? 10 raised to 8 എന്ന് പറഞ്ഞാൽ എന്താ? 8 0 ഇട്ട് കൊടുക്കുക അല്ലേ? 4 0 ആയി. 5 6 7 8. ഇതാണ് എന്ത്? 10 raised to 8 എന്ന് പറഞ്ഞാൽ. സപ്പോസ് വി വാണ്ട് ടു കമ്പ്യൂട്ട് ദ പവർ ഓഫ് 20. അതായത് ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിഫറെൻറ്റ് കാര്യത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചിരിക്കണേ. സപ്പോസ് വി വാണ്ട് ടു കമ്പ്യൂട്ട് ദ പവർ ഓഫ് 20. നമ്മൾ 20യുടെ പവർ കണ്ടുപിടിക്കണം. ഏതൊക്കെ 20യുടെ പവേഴ്സ് എന്ന് പറയുന്നത്? 20യുടെ പവേഴ്സ് എന്ന് പറയുന്നത് 20 raised to 1, അതുപോലെ തന്നെ 20 raised സ്ക്വയർ, 20 ക്യൂബ്, 20 raised to 4, 20 raised to 5. ഇതൊക്കെയാണ് എന്ത്? 20യുടെ എന്തെന്ന് പറയുന്നത്? പവേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? പവേഴ്സ് ഓഫ് 20 എന്ന് പറയുന്നത് എക്സെട്രാ. 20 raised to 6 അങ്ങനെ പോകട്ടോ. ഓക്കെ, മറക്കരുത്. ഓക്കെ, ഹൗ ഡു വി കമ്പ്യൂട്ട് 20 raised to 4? 20 raised to 4നെ നമുക്ക് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ നോക്ക്, 20 raised to 4 എന്ന് പറഞ്ഞാൽ എന്താ? 20 into 20 into 20 into 20 അല്ലേ? ഇനി അതിനെ ഡിഫറെൻറ്റ് രീതിയിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണേ. ഒക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെ എഴുതിയിരിക്കണത്? ഈ 20 എന്ന് പറയുന്ന നമ്പറിനെ എന്ത് എഴുതി കേട്ടോ? ഈ 20 എന്ന് പറയുന്ന നമ്പർ കേട്ടോ, ഇതിനെ എന്ത് എഴുതിയിട്ടുണ്ട്? ഇതവിടെ നോക്കൂ, 2 into 10. ശരിയല്ലേ? 20 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 2 into 10 എന്ന് എഴുതിക്കൂടെ അല്ലേ? അപ്പോൾ 2 into 10, പിന്നെ ഇൻറ്റു അടുത്ത 20, അടുത്ത 20നെയും നമ്മൾ എന്ത് ചെയ്ത് 2 into 10 എന്ന് എഴുതി. കണ്ടോ? ഇതാ
2 × 10. അടുത്ത 20, നെക്സ്റ്റ് 20 എന്ത് എഴുതി 2 × 10 എന്ന് എഴുതി. അങ്ങനെ എഴുതി കൂടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, നോ പ്രോബ്ലം, വി ക്യാൻ റൈറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് 20 വി ക്യാൻ റൈറ്റ് 2 × 10 ഓൾസോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. then അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനും ഒരു 2 ഉണ്ട് അല്ലേ. ഇവിടെ 2 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്. അതിനെല്ലാത്തിനും ഒരുമിച്ച് നമ്മളിങ്ങനെ പെറുക്കിയെടുത്തു അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതി നോക്കുകയുണ്ടോ, 2 × 2 × 2 × 2 ഇത്ര 4 2 ഉണ്ട് ഇൻറ്റു, അതുപോലെ എത്ര 10 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്, ഇവിടെ 10 ഉണ്ട് അല്ലേ. അപ്പോൾ എത്ര 10, 1 2 3 4 10ഉം അപ്പുറത്ത് എഴുതി ഇതേമാതിരി മൾട്ടിപ്പിൾ ചെയ്തിട്ട്. ഇനി നിങ്ങൾക്ക് ആൻസർ ചെയ്തൂടെ. 2 × 2 എന്ന് പറഞ്ഞാൽ 6, 4 × 2 8, 8 × 2 എന്ന് പറഞ്ഞാൽ 16 അല്ലേ. അപ്പോൾ 16 ഇൻറ്റു, ഇത് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ അല്ലേ, 10 10 10 10 എത്രയാണ്. അപ്പോൾ ഹൗ മെനി സീറോസ് ആർ ഇത്, 4 0. അപ്പോൾ 1 0 0 0 0. അപ്പോൾ ആൻസർ എന്താ വരിക, 16 ഇൻറ്റു നമ്മുടെ 10,000 എന്ന് പറഞ്ഞാൽ 16,000 ആണല്ലേ. 16,000 അല്ല, ഇതാണ് 1,60,000 അല്ലേ. അപ്പോൾ അത് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്, 1,60,000 എന്ന് പറഞ്ഞിട്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഏതിൻ്റെ ആൻസർ, 20⁴ എന്ന് പറഞ്ഞാൽ 20⁴ എന്ന് പറഞ്ഞ ആൻസർ ഇതാണ് ആൻസർ കിട്ടുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യട്ടോ. നോക്കിക്കോ, 20⁴ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, 20 × 20 × 20 × 20 ആണെന്നല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി നിങ്ങൾ. 2 × 2 4, 4 × 2 8, 8 × 2 16 അല്ലേ. പിന്നെ എത്ര 0 ഉണ്ട്, 1 2 3 4 0. അത് എഴുതി കൊടുത്താൽ മാത്രം മതി കേട്ടോ. തന്നെയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ രൂപത്തിലും എഴുതാം എന്നതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ അറിയാമെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ. enough to write like that. Okay, so this is a different way how to write 20⁴. You can write like this and that one also. Okay, next, okay, what about 2⁴ into 5⁵? 2⁴ into 2⁴ into 5⁵. ഇതിൻ്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അല്ലേ. സോ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ ഭാഗത്തേക്ക് വരുമ്പോഴും. സോ ആക്ച്വലി വി ക്യാൻ റൈറ്റ് ഇറ്റ്. നമുക്ക് ഇത് എങ്ങനെ എഴുതാം, 2⁴ എന്ന് പറഞ്ഞാൽ എന്താ, 2 × 2 × 2 × 2 അല്ലേ. ഓക്കെ, ഇൻറ്റു 5⁵ എന്ന് പറഞ്ഞാൽ എന്താ, 5 × 5 × 5 × 5 × 5 അല്ലേ. ഇതാണ് 5⁵ എന്ന് പറഞ്ഞാൽ. ഇനി എന്താ ചെയ്തത്, ശരിക്കും ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ റിവേഴ്സ്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 5 ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് ഓരോന്ന് എടുത്തു. അപ്പോൾ എങ്ങനെ വരിക, 2 × 5 ബ്രാക്കറ്റ് ഇട്ടു. അപ്പോൾ ഇതും കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് വീണ്ടും 2 × 5 അത് കഴിഞ്ഞു. നെക്സ്റ്റ് വീണ്ടും 2 × 5, നെക്സ്റ്റ് വീണ്ടും 2 × 5. ഇവിടുത്തെ 2 ഒക്കെ കഴിഞ്ഞു, ഇവിടുത്തെ 5 ഇതുവരെ കഴിഞ്ഞു, ബാക്കി ഒരു 5 ഉണ്ട്. അപ്പോൾ × 5 എന്ന് എഴുതാം. ഓക്കെ, ഈക്വൽ ടു 2 × 5 എന്താ, 10 ഇൻറ്റു 2 × 5 10 ഇൻറ്റു 2 × 5 10 ഇൻറ്റു 2 × 5 10 ഇൻറ്റു 5 ലാസ്റ്റ് 1. ഇതിൻ്റെ ആൻസർ എന്താ, 10 × 10 × 10 × 10 എന്ന് പറഞ്ഞാൽ 1 0 0 0 0 അല്ലേ. ഇൻറ്റു 5 ഉണ്ട് ലാസ്റ്റ്. അപ്പോൾ ആൻസർ എന്താ വരിക, 5 0 0 0 0. ഇതാണ് ആൻസർ വരുന്നത് അല്ലേ. ഇവിടെ എത്ര കണ്ടോ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്ക് ഈ 2⁴ ഇൻറ്റു 5⁵ എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്താ കിട്ടിയത്, 50,000 എന്ന് പറയുന്ന ആൻസറാണ് കിട്ടിയത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ മാറ്റി എഴുതാം. പേടിക്കേണ്ട, അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി ഇതിനെ എളുപ്പമാക്കാം എങ്ങനെ എന്നൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗം കൂടി നിങ്ങൾ എഴുതിയെടുക്കുക. ഓരോ പോയിൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ 20⁴ ഹോംവർക്ക് കഴിഞ്ഞിട്ട് 20⁴ ഈ രൂപത്തിൽ എഴുതി ജസ്റ്റ് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക, ഒരു പോയിൻ്റ് ആക്കിയിട്ട്. അതുപോലെ തന്നെ 2⁴ ഇൻറ്റു 2⁵ ഈ രൂപത്തിൽ എഴുതി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ജസ്റ്റ് അതും കൂടി ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ ആണല്ലോ. ദെൻ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് റൈറ്റ് 100,000
10,000, lakh, 10 lakh ആൻഡ് ക്രോർ ആസ് പവേഴ്സ് ഓഫ് 10. ഇതിനൊക്കെ എന്ത് ചെയ്യണം? 10ൻ്റെ പവേഴ്സ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞത് അല്ലേ? അതൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക നിങ്ങൾ. എന്നിട്ട് 100, ഫസ്റ്റ് നമ്മൾ 100 ആണ് പറഞ്ഞത് അല്ലേ? 100നെ 10ൻ്റെ പവേഴ്സ് ആക്കുമ്പോൾ എന്താ? 10 സ്ക്വയർ അല്ലേ? ഇനി അടുത്തതോ 1000. 1000ൽ എത്ര സീറോ ഉണ്ടോ നോക്കിയാൽ മതി അല്ലേ? 1000ൽ 3 0 ആണ്. അപ്പോൾ 10⁻³ ആണ് വരിക. ഇനി 10,000, അപ്പോൾ 4 0 ആണ് വരുന്നത് അല്ലേ? സോ ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് 10⁻⁴. ലാക്കിൽ 5 0 ആണ് വരുന്നത് അല്ലേ? സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 10⁻⁵. അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് എഴുതാലോ. 10 lakh എന്ന് പറയുമ്പോൾ 10⁻�6 ആൻഡ് ക്രോർ എന്ന് പറയുമ്പോൾ 10⁻7. അപ്പോൾ 10⁻7 എന്ന് പറയുന്നത് എന്താണ്? ക്രോറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ വൃത്തിയായിട്ട് അതിൻ്റെ ആൻസർ ആയിട്ട് വൃത്തിയായിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയെടുക്കുക. ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് കേട്ടോ. ഓക്കെ, ഒരുപാട് വർക്കുകൾ ഈ ചാപ്റ്ററിൽ വരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കമ്പ്യൂട്ട് ദ പവേഴ്സ് ഓഫ് കമ്പ്യൂട്ട് ദ പവേഴ്സ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണിത്, കമ്പ്യൂട്ട് ദ പവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ താഴെ തന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻ്റെ പവേഴ്സ് കണ്ടുപിടിക്കാനാണ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി, നിങ്ങൾ എക്സാമിനും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതുക, കമ്പ്യൂട്ട് ദ പവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 30⁻⁴ എന്ന് പറയുന്നത് കേട്ടോ. എങ്ങനെ നിങ്ങൾ 30⁻⁴ എഴുതുക? 30 × 30 × 30. ഇത് ശരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? 10ൻ്റെ പവറാക്കി എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? പക്ഷേ നമുക്ക് എന്താ പറയുക, ഒന്നും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ ചെയ്യാമെന്ന് മതിയെന്ന്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. 3 × 3 എത്രയാണ്? 3 × 3 9. 9 × 3 എന്ന് പറയുമ്പോൾ 27. അപ്പോൾ 27 എഴുതി എത്ര സീറോ ആണോ അവിടെ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക അല്ലേ? ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ 30⁻⁴ എന്ന് പറയുന്നത് ഓക്കെ. നെക്സ്റ്റ് അതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 50⁻⁵ എന്ന് പറയുന്നത് അല്ലേ? 50⁻⁵ എന്ന് എഴുതി വെക്കുക അല്ലേ? എങ്ങനെ വരിക? 50 × 50 × 50 × 50 × 50 അല്ലേ? ആൻസർ നമുക്ക് ബ്രാക്കറ്റായിട്ട് ചെയ്യാം അല്ലേ? നിങ്ങൾക്ക് ആദ്യം 5 × 5 എന്ന് പറഞ്ഞാൽ 25. 25 × 5 എന്ന് പറഞ്ഞാൽ 125. 125 × 5 എന്ന് പറഞ്ഞാൽ 625. പിന്നെ 625 × 5 അത് നമുക്ക് ചെയ്ത് നോക്കാം. 625 × 5 25, 5, 2, 5 × 2 10, 12, 2 ബാക്കി 1, 5 × 6 30 അല്ലേ? 30 + 1 31. അപ്പോൾ 3125 ആണ് ആൻസർ വരുന്നത്. 3125. പിന്നെ എത്ര സീറോസ് ഉണ്ട്? അത് അത്രയും സീറോ ഇട്ട് കൊടുക്കണം. 5 0 അല്ലേ? 1 2 3 4 5. ഇതാണ് അതിൻ്റെ ആൻസർ. ഏത്? 50⁻⁵ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. ഇനി തേർഡ് വൺ 200⁻³ എന്ന് പറഞ്ഞാൽ 200³ സോ വി ക്യാൻ റൈറ്റ് 200 × 200 × 200. So that is equal to 2 × 2 4, 4 × 2 8. Then how many zeros there? 1 2 3 4 5 6. So this one is the answer of 200³ ക്ലിയർ ആണല്ലോ? ഇതിന് 10ൻ്റെ പവേഴ്സിലാക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് ⁵ എന്ന് പറയുന്നത് അല്ലേ? 50⁻⁵ എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ എഴുതിയത് 50 × 50 × 50 × 50 × 50 ആണ് അല്ലേ? 5 times. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് എഴുതാം? 5 × 10 × 5 × 10 × 5 × 10 × 5 × 10 × 5 × 10 അല്ലേ? 1 2 3 4 5. ഓക്കെ, ഈക്വൽ ടു 5 × ഇനി 5 ഒരുമിച്ച് എഴുതാം. 5 × 5 × 5 × 5 × 5 അല്ലേ? ഇൻറ്റു 10 ഒരുമിച്ച് എഴുതിയ 10 × 10 × 10 × 10 × 10. ഓക്കെ, ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് 5 × 5? 5⁻⁵ അല്ലേ? ഇൻറ്റു 10. അപ്പോൾ 10⁻⁵.
ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് നിങ്ങൾ ആ എഴുതിയതിൻ്റെ സൈഡിൽ വൃത്തിയായിട്ട് ഇത് എഴുതിയേക്കണം. എന്ന് പറഞ്ഞാൽ 50⁵ എന്ന് പറയുന്നത് എന്താണ് ശരിക്ക്? 50⁵ ഇൻറ്റു 10⁵ എന്ന് പറഞ്ഞാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ദ ലാസ്റ്റ് വൺ, 200 ക്യൂബ്. 200 ക്യൂബ് എന്ന് പറയുന്നത് 200 ഇൻറ്റു 200 ഇൻറ്റു 200. So actually what is 200? So that is 2 into 100. 2 into 100. 2 into 100. Okay. So 2 into 2 into 2 into 100 into 100 into 100. So 2 into 100, 2 into 2 into 2, 2⁵3 into 100 into 100 into 100 എന്ന് പറഞ്ഞാൽ 100⁵3 എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. അത് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വരിക, നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത് ഇതിൻ്റെ റിമൈനിങ് പോർഷനാണ് വരുന്നത്. അപ്പോൾ ഇതറിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ടു വർക്ക് ഔട്ട് ദ പ്രോബ്ലംസ്. ഓക്കെ, സോ better you just study well. Okay, so let's see the next class. Bye bye.